നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ, അതായത് 24-ാം സർഗത്തിൽ താടകാവനത്തെക്കുറിച്ച് വിശ്വാമിത്ര മുനി വളരെ സുവിക്തമായിട്ട് രാമലക്ഷ്മണർക്ക് വിവരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ് പരാമർശിച്ചത്. ഇന്ന് നമ്മൾ 25-ാം സർഗമാണ് വാൽമീകി രാമായണത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ 25-ാം സർഗത്തിൽ താടകയുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് വിശ്വാമിത്ര മുനി പരാമർശിക്കുന്നത്. അപ്പോൾ ഇത്രയും അട്രാക്റ്റീവായ, ആകർഷണീയമായ, കാണാൻ വളരെ ഭംഗിയുള്ള ഈ താടകാവനം കണ്ടപ്പോൾ രാമന്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ അങ്കുരിച്ചു. ആ ചോദ്യങ്ങൾക്ക് മറുപടി വിശ്വാമിത്ര മുനി നൽകുകയും ചെയ്തു. തുടർന്ന് വീണ്ടും രാമന്റെ മനസ്സിൽ വീണ്ടും ഒരു ജിജ്ഞാസ വരികയാണ്. വീണ്ടും ഒരു സംശയത്തിന് ഇടം നൽകുകയാണ്. എന്താണ് ആ സംശയം എന്നല്ലേ? വിശ്വാമിത്ര മുനി കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു, ഈ താടകയ്ക്ക് 1000 ആനകളുടെ കരുത്തുണ്ടെന്ന്. ഒരു സ്ത്രീക്ക് എങ്ങനെയാണപ്പാ 1000 ആനകളുടെ കരുത്ത് കിട്ടുക അല്ലേ? നമ്മൾ ഈ താടകയെ ഉപമിച്ചുകൊണ്ട് ഇന്നും പറയാറുണ്ട്, അവൾ താടകയെ പോലെയാണ്, അവൾ സമൂഹത്തിലെ താടകയായി വർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇന്നും പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ താടക എന്ന് കേട്ട് സുപരിചിതമായ വാക്കുകൊണ്ട് തന്നെ നമുക്ക് താടക എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവളുടെ ആ തേറ്റപ്പല്ലും അതുപോലെ പർവ്വതം പോലെയുള്ള ആ സ്തനഭാഗങ്ങളും മാത്രമല്ല നഖങ്ങള്, അങ്ങനെ കടിച്ചു കീറാനുള്ള ലുക്കെല്ലാം നമുക്ക് താടകയിൽ വരും. ആ പ്രൊഫൈൽ ഓഫ് താടക വിൽ കം ഔട്ട് അവർ മൈൻഡ് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമ്മൾ എപ്പോൾ താടക എന്ന് കേൾക്കുമ്പോഴും. അപ്പോൾ ഇത് ഈ ആധുനിക കാലഘട്ടത്തിലെ താടകയുടെ കാര്യം അങ്ങനെയാണ് അല്ലെ? പക്ഷെ വാൽമീകി രാമായണത്തിലെ താടകയുടെ ഈ രൂപം എങ്ങനെയാണ് അവൾക്ക് കിട്ടിയത്? ഇത്രയും വികൃതമായ രൂപം. കാരണം മനുഷ്യരെ പിടിച്ചു തിന്നുന്ന കാട്ടാളത്തീയ രൂപം അല്ലെ, അല്ലെങ്കിൽ ഒരു രാക്ഷസീയ രൂപം. അവളുടെ മുഖ്യ ഭക്ഷണം എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? നരഭോജനമാണ്, മനുഷ്യരെ പിടിച്ചു തിന്നുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ, അവളെ പേടിച്ച് ആരും ആ പ്രദേശത്തുള്ള തന്നെ കാലുകുത്തില്ല. അങ്ങനെയുള്ള ആ രാക്ഷസീയ ഭാവം അവൾക്ക് എങ്ങനെ കിട്ടി എന്ന് രാമൻ വീണ്ടും വിശ്വാമിത്ര മുനിയോട് സംശയം ചോദിക്കുന്നു. ഈ രാമൻ അങ്ങനെയാണ്. ആ ചോദ്യത്തിലൂടെ നമുക്കും പലതും വാൽമീകി ഋഷി വിവരിച്ചു തരുന്നുണ്ട് അല്ലേ? ഇത്തരം താടകന്മാരുടെ കഥകളൊക്കെ നിരന്തരം പത്രത്തിലൂടെയും ടി വിയിലൂടെയും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിരപുരാതന കാലഘട്ടം തന്നെ താടകന്മാരുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇവൾക്ക് എങ്ങനെയാണ് 1000 ആനകളുടെ കരുത്ത് കിട്ടിയത് അല്ലേ? അതിൻ്റെ ഒരു അത് ഇന്ന് അറിയുമായിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു അല്ലെ? ഏത് ബൂസ്റ്റ് കഴിച്ചാലാണ് ഇത്രയും കരുത്ത് കിട്ടുക എന്നുള്ളൊരു ചോദ്യം രാമൻ ചോദിക്കുകയും തുടർന്ന് വിശ്വാമിത്ര മുനി ഈ താടക ആരായിരുന്നു, അവളുടെ ജനന കഥ പറയുകയാണ്. അപ്പോൾ താടകയുടെ ഉൽപ്പത്തിയിലേക്ക് പ്രവേശിക്കാം. ഈ സുഖേതു എന്നു പേരുള്ള ഒരു യക്ഷൻ ഉണ്ടായിരുന്നു പണ്ട്. ഈ യക്ഷന്മാരെന്ന് കേൾക്കുമ്പോൾ ഉപദേവന്മാരാണ്. ദേവന്മാരുടെ ഒരു അത്ര തന്നെ കരുത്തും ഒന്നുമില്ലെങ്കിൽ ഒരു കരുത്ത് കുറഞ്ഞവരും. അതുകൊണ്ടാണ് രാമനാഥ് ചോദിച്ചത്. കാരണം ദേവന്മാരെക്കാൾ ഒരു ഉപദേവ ഗണത്തിൽ പെടാണ് ഈ യക്ഷന്മാര്, കിന്നരന്മാർ, അപ്സരസുകളൊക്കെ. അപ്പൊ അവർക്ക് ഇത്ര കരുത്തുണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് ഇത്രയും കരുത്ത് കിട്ടിയത് എന്ന് ചോദ്യം കൊണ്ട് പറയുന്നു. ഇവളുടെ പണ്ട് സുഖേതു എന്നു പേരായ ഒരു യക്ഷൻ ഉണ്ടായിരുന്നു. ആ യക്ഷന് മക്കളില്ലായിരുന്നു, അതായത് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ സന്താന പ്രീതിക്കായിക്കൊണ്ട്, സന്താന ലബ്ധിക്കായിക്കൊണ്ട് ആ സുഖേതു ബ്രഹ്മാവിനെ കുറെ കാലം തപസ് ചെയ്തു. അക്കാലത്തൊക്കെ എല്ലാവരും ബ്രഹ്മാവിനെയാണല്ലോ തപസ് ചെയ്യുക. അപ്പൊ ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ നീ പേടിക്കണ്ട, നിനക്ക് ഞാനൊരു പുത്രിയെ പ്രദാനം ചെയ്യുന്നു. പുത്രനല്ല, നമ്മൾ ഇച്ഛിക്കുന്ന ആവില്ല ചിലപ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് തരിക. നിനക്ക് ഞാനൊരു പുത്രിയെ തരുന്നു, അവളുടെ പേര് താടക എന്നാകുന്നു. മാത്രമല്ല അവൾക്ക് പുത്രനേക്കാൾ എത്രയോ ഇരട്ടിയുള്ള, പുരുഷന്മാരെക്കാൾ കരുത്തുള്ള 1000 ആനകളുടെ കരുത്തും ഞാൻ ഇതോടൊപ്പം വരസിദ്ധിയായി നൽകുന്നു. കേട്ടല്ലോ? അപ്പൊ ഇങ്ങനെയാണ് താടകയ്ക്ക് 1000 ആനകളുടെ കരുത്ത് കിട്ടിയത്. ആ കഥ വിശ്വാമിത്ര മുനി രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ യുവതി വളർന്നു അല്ലേ? അങ്ങനെ വിവാഹപ്രായമെത്തി. അപ്പോൾ ഇവളെ ആരെങ്കിലും കൊണ്ട് ഒന്ന് വിവാഹം ചെയ്യിക്കണമല്ലോ. അങ്ങനെയാണ് ആ കാലത്ത് ജർജർധനൻ എന്ന് പറഞ്ഞ വേറൊരു യക്ഷന്റെ മകൻ ഒരാളുണ്ടായിരുന്നു. ആ മകന്റെ പേര്
സുന്ദൻ എന്നായിരുന്നു. ആ സുന്ദന് വിവാഹം ചെയ്തു കൊടുത്തു. ആരൊക്കും? നമ്മുടെ ഈ താടകയെ സുന്ദന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹമൊക്കെ വളരെ ആർഭാടമൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സുന്ദനിൽ താടകയ്ക്ക് ഒരു പുത്രൻ ജനിച്ചു. നിങ്ങൾ രാമായണത്തിൽ കേട്ടിട്ടുള്ള മാരീചൻ അല്ലേ? മാരീചൻ സുബാഹു എന്ന 2 രാഷ്ട്രന്മാരെ പരാമർശിക്കുന്നത് അല്ലേ? ഈ യാഗം മുടക്കുന്നതന്നെ ഇവരാണ്. അപ്പൊ അവരെ രക്ഷയ്ക്കാണ് രാമനെ കൊണ്ടുപോകുന്നത്. ഈ മാരീചനെ ഈ താടക പ്രസവിച്ചു, അല്ലെങ്കിൽ മാരീചന്റെ അമ്മയാണ് താടക. മനസ്സിലായല്ലോ? അങ്ങനെ താടകയെ പ്രസവിച്ചു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ള അവളുടെ ഈ രാക്ഷസീയ രൂപം എങ്ങനെയായി? രാക്ഷസി എങ്ങനെയായി? മാരീചൻ എങ്ങനെ രാക്ഷസനായി? അല്ലേ? അവർ ശരിക്കും യക്ഷവർഗത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പൊ യക്ഷന്മാര് എങ്ങനെ രാക്ഷസനായി രൂപാന്തരം പ്രാപിച്ചു? അവിടെയും വിശ്വാമിത്ര മുനി വേറൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ എങ്ങനെ രാക്ഷസിയായി പറയാം രാമ, കേട്ടുകൊള്ളുക. അതായത് രാക്ഷസിയായതിന്റെ കഥ, അഗസ്ത്യമുനി അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണ് ഇവള് രാക്ഷസിയായി മാറിയത്. ഈ അഗസ്ത്യമുനി ഇവളുടെ ഭർത്താവായ സുന്ദന് ഭസ്മമാക്കുകയുണ്ട്. അത് വേറൊരു കഥയാണ്. അവളുടെ ഭർത്താവിന്, അല്ല, ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഭർത്താവായ സുന്ദന് ഭസ്മമാക്കിയ അഗസ്ത്യമുനി ആ ദേഷ്യത്തില് അഗസ്ത്യമുനിയോട് ഏതു വിധേനയും പകരം വീട്ടണം എന്ന പകയും കൊണ്ട് നടക്കുന്നവളായിരുന്നു ഈ താടക. മകനും ഉണ്ട് ദേഷ്യം, അല്ലേ? ഇപ്പൊ രണ്ടുപേരും പ്രതികാര വാഞ്ചയോടെ അഗസ്ത്യമുനിയെ സമീപിച്ചു. അഗസ്ത്യമുനി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് നഗ്നയായി നൃത്തം ചെയ്തു എന്ന്. വേഷങ്ങളൊന്നും ഇല്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അങ്ങനത്തെ ഒരു നൃത്തം കണ്ടാൽ ഏതാ ഒരാളുടെയും തപസ് വിഘ്നം വരും, അല്ലേ? അപ്പൊ ഈ അഗസ്ത്യമുനിയുടെ തപസ്സിനെ വിഘ്നം വരുത്തിക്കൊണ്ട് അവൾ ആനന്ദ ലീലകളാടി എന്നാണ്. അഗസ്ത്യമുനി കണ്ണു തുറന്ന് അവളെ ശപിച്ചു. ഹേ, എൻ്റെ മുമ്പിൽ നഗ്ന നൃത്തം ചെയ്ത നിന്നെ ഞാൻ രാക്ഷസിയാക്കി മാറ്റുന്നു. നിന്റെ മകനെയും വെറുതെ വിടുന്നില്ല, അവനെ രാക്ഷസനാക്കുന്നു. അന്ന് തൊട്ടാണ് മാരീചൻ രാക്ഷസനായത്, ഇവള് രാക്ഷസിയുമായത്. മാത്രമല്ല, നിന്റെ മുഖ്യ ഭക്ഷണം ഈ മനുഷ്യരുടെ മാംസമാവും എന്ന് ശപിച്ചു കളഞ്ഞു. അഗസ്ത്യമുനിയുടെ ഈ ശാപം കൊണ്ടങ്ങനെ അവള് താടകയായി മാറി. ഇവിടെ വിഹരിക്കുന്നു രാമ. ഇവളെ കൊണ്ട് മുനിമാർക്കും ശ്രേഷ്ഠന്മാർക്കും ചില്ലറ ശല്യമൊന്നുമല്ല ഈ വനാന്തര പ്രദേശത്ത് ഇവള് കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് നീ രാജപുത്രനാണല്ലോ, അല്ലേ? അതെ. അപ്പോ പ്രജാസംരക്ഷണമാണ് ഒരു രാജാവിന്റെ കർത്തവ്യം. അതുകൊണ്ട് പ്രജകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നീ ഇവിടെ വധിക്കണം. ഒരു സ്ത്രീയെ വധിക്കുകയോ, അല്ലേ? പ്രത്യേകിച്ച് അത് അപരാധമല്ലേ സ്ത്രീയെ വധിക്കുന്നത് എന്നൊരു ചോദ്യം രാമന്റെ മനസ്സിൽ അടുത്തു വരാമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ വിശ്വാമിത്രമുനി പറഞ്ഞു, രാമ, സ്ത്രീഹത്യ നീ വിചാരിക്കും പോലെ ഇവിടെ അപരാധമല്ല. കാരണം ധർമ്മപരിപാലനമാണ് രാജപുത്രന്റെ, അല്ലെങ്കിൽ നിന്റെ കർത്തവ്യം. ഒരു മടിയും കൂടാതെ നീ താടകയെ വധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രജകളെ സംരക്ഷിക്കേണ്ടതുണ്ട്, അല്ലേ? ഇത് നിന്റെ കർത്തവ്യമാണ്. ഇതിന് ദൃഷ്ടാന്തമായിട്ട് വേറെയും പലരും സ്ത്രീകളെ വധിച്ച കഥകളൊക്കെ രാമനോട് വിശ്വാമിത്രമുനി പറഞ്ഞു കൊടുത്ത് ഒരു മോട്ടിവേഷൻ നൽകി താടകയെ വധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അത്രയും ഭാഗത്തിലാണ് ഈ 25ാം വാൽമീകിയ രാമായണത്തിലെ സർഗം ഉപസംഹരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത സർഗത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ഇത്തരം പുരാതന ഇതിഹാസ കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി PVN ഗ്ലോബൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും